പുഷ്പ. എന്തോ പുഷ്പ, എന്തോ നീ പറഞ്ഞ മാതിരി നിന്റെ ഇച്ഛായൻ ഈ ചക്കാലപ്പറമ്പിൽ ചാക്കോ പേര് മാറ്റാനുള്ള അപേക്ഷ കൊടുത്തു. ശരിക്കും? പിന്നെ പേര് മാറ്റിക്കഴിഞ്ഞ നിനക്ക് എന്നെ കല്യാണം കഴിക്കണേല് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. ഒരു കുഴപ്പമില്ല? ഇല്ലെന്നേ. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞ എന്റെ പൊന്നെ നമ്മള് പിന്നാടെ ചൊരത്ത ഇച്ചായ എന്നെ വെച്ചായ ഒരു വീട്ടിലെ പുറത്താറാണ്ട് വന്നിട്ടുണ്ട്. ഇച്ചായ പൊന്നോ. ഓ പിന്നെ എനിക്കൊരു ഉമ്മ താ. ഉമ്മ? അതെന്തോട്ട് ഉമ്മ? ഒരു നല്ലൊരു ഉമ്മ. ഉമ്മ ഇങ്ങനല്ല, കെട്ടിപ്പിടിച്ച് സ്ട്രോങ് ആയിട്ടൊരു ഉമ്മ ഞാൻ ചെവിയിലേക്ക് വെച്ചേക്കാം. പിടിച്ചോ. നീയാണോ? ഞാനിപ്പോ വിളിച്ചില്ലായിരുന്നു, നിങ്ങൾ എന്നെ പീഡിപ്പിച്ചേനാലോ? അതെന്നാന്നറിയാമോ, 2 മാസമായില്ലടാ നിന്നെ കണ്ടിട്ട്. ഈ അപ്പനാ ഒരു ഉമ്മയുടെ എഫക്റ്റില് ഒന്ന് കെട്ടിപ്പിടിച്ചോ. കെട്ടിപ്പിടിച്ചോ? എനിക്ക് നിങ്ങളോട് 2 കാര്യം ചോദിക്കാനാ ഞാനിങ്ങനെ വന്നത്. ഞാൻ കേട്ടത് ശരിയാണോ? നീ കേട്ടത് നേരാണോ നുണയാണോ എന്ന് അറിയാണ്ട് ഞാൻ എങ്ങനെ പറയാനാ? അപ്പം പേര് മാറ്റാൻ പോവാന്ന് പറഞ്ഞത് ശരിയാണോന്ന്? ഞാൻ പേര് മാറ്റാൻ തീരുമാനിച്ചു, അതും ആസ്ട്രോളജി പ്രകാരം. എന്നടാ തലവേദന എടുക്കണ്ടോ? 3ാം ക്ലാസ് പോലും ജയിക്കാത്ത ഈ മനുഷ്യന് ആസ്ട്രോളജി ഇത് ആര് പറഞ്ഞു കൊടുത്തോ? ഈ എന്നെ കളിയാക്കണ്ട. എനിക്ക് ഇൻസ്റ്റാഗ്രാമില് 4 അക്കൗണ്ട് ഉണ്ട്, അറിയാമോ? എന്നെ അക്ഷയ വരെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒക്കെ എടുത്തോന്ന് തുടങ്ങിയോ? എനിക്ക് സ്വന്തമായിട്ട് കൊളാബ് വരെ ചെയ്യാനറിയാം. കൊളാബോ? നിങ്ങളിത് കേക്കണം. ഈ പുള്ളി കാർഷിക മറ്റേ പെൻഷൻ അപേക്ഷിക്കാൻ വേണ്ടി ചെന്ന് പുള്ളിക്ക് ഇത് എഴുതാൻ അറിയാൻ പാടില്ല. തൊട്ടപ്പുറത്തിരിക്കുന്ന ചേച്ചിയുടെ അങ്ങനെ നോക്കി കോപ്പി അടിച്ചിട്ട് വിധവാ പെൻഷൻ വീട്ടിലായിട്ട് കൊണ്ടുവന്നാണ് കൊളാബിന്റെ കാര്യം ഇവിടെ കടന്നുണ്ടാക്കുന്നത്. അപ്പന്റെ കൊളാബ് കാരനാണ് ഈ കുടുംബം ഇങ്ങനെ കൊളാവണത്. ഞാൻ ഈ കവല വന്ന പപ്പനെ കുറിച്ച് എന്നാ പോക്കത്തരാപ്പ കേട്ടത്? അപ്പൻ എന്തിനാ പെണ്ണുങ്ങൾ കുളിക്കണ ആ കടവിന്റെ അവിടെ പോയി നിൽക്കുന്നത്? ഞാൻ ഇവിടെ ഇരുന്ന് ബോറടിക്കുമ്പോ 3-4 പരലിനെ പിടിക്കാൻ വേണ്ടി പോണതാ. അങ്ങനെയാണെങ്കിൽ നിങ്ങളായിരിക്കും ബൈനോക്കുലർ കൊണ്ട് പരലിനെ പിടിക്കുന്ന ആദ്യത്തെ മത്സ്യബന്ധനം. ഈ പരലിന്റെ കുഞ്ഞുങ്ങളെ ബൈനോക്കുലർ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചാടി പോവില്ല, അത്രേ ഉള്ളൂ സംഭവം. നിങ്ങളുടെ ഭാര്യ മരിച്ചു, നിങ്ങളൊരു വൃദ്ധനാണ് എന്നും പറഞ്ഞത് ഒരു രോഗമായിട്ട് കൊണ്ട് നടക്കല്ലേ കേട്ടോ. നിങ്ങളുടെ ഈ കാണിക്കുന്ന പരിപാടിയുടെ ഒക്കെ പ്രശ്നം എന്താണെന്നറിയാം? നിങ്ങൾക്ക് ഇവിടെ ഒരു കൂട്ടില്ലാത്തതുകൊണ്ടാ. അതുകൊണ്ട് എന്റെ മോനെ ഞാൻ ഇവിടെ കൊണ്ട് നിർത്താം. എന്റെ പൊന്നെ, ആ ചെകുത്താൻ ഇവിടെ കൊണ്ട് നിർത്തല്ലേ. ഒരാഴ്ച നീ ഇവിടെ കൊണ്ട് നിർത്തിയുള്ളൂ. എനിക്ക് ഗ്യാസ് എന്ന് പറഞ്ഞപ്പോ അവൻ എന്റെ അണ്ണാക്കിൽ തിരിയിട്ട് കത്തിച്ച്. അപ്പൊ അത് പിന്നെ കുസൃതിയല്ലേ? കുസൃതി. അപ്പുറത്തെ ആ ശീല കൊച്ചും കൂടെ വന്നില്ലാർന്നിങ്ങണ്ടല്ലോ, നമ്മളെ അപ്പാപ്പന്റെ ചവപ്പെട്ടി ആ കല്ലറ ഒന്നോടെ അത് തുറക്കേണ്ടി വന്നേനെ. അന്റെ ശീല എന്തിനാ ഇവിടെ വന്നേ? ഇത്തിരി കല്ലുപ്പ് മേടിക്കാൻ വന്നടാവേ. സ്വന്തമായിട്ടൊരു സൂപ്പർ മാർക്കറ്റ് ഉള്ളവളാ ഇവിടെ വന്ന് കല്ലുപ്പ് മേടിക്കണത്. അപ്പൊ നിങ്ങളുടെ ഈ ഞരമ്പത്തിന് നിങ്ങൾ കുറച്ചാണ് കേട്ടോ. എന്നൊക്കെ പറഞ്ഞാലും ഈ ബെന്നി നിങ്ങളുടെ പേര് മാറ്റാൻ സമ്മതിക്കത്തില്ല. എടാ, ഈ 2-2.5 കൊല്ലായിട്ട് കണ്ണിക്കണ്ട മലമൂട്ടി പോയി കിടന്നിട്ട് ഇപ്പൊ ഞാൻ ഈ പേര് മാറ്റണ സമയത്ത് നിങ്ങൾ കയറി വന്നതിനാ. അപ്പന് കുറച്ച് അധികം വെള്ളം ചെന്നാ ചീഞ്ഞു പോകുവോ? ഇല്ല. വെയിലത്ത് നിന്നോ വാടുവോ? ഏതെങ്കിലും പ്രാണി വന്നോ ആക്രമിക്കോ? ഇല്ല. അങ്ങനെയല്ല, മുണങ്ങി നന്ദ ഇടുക്കി കിടക്കുന്ന ഏലത്തിന്റെ കാര്യം. ഈ ബെന്നി അവിടെ പോയി നിന്നില്ലെങ്കിലേ ഏലം കായ്ക്കത്തില്ല. ഇയാളുടെ ഏലത്തിന്റെ കെട്ടിയോനോ? അതാണോ ഞാൻ പറഞ്ഞത്? ബെന്നി ഉള്ളിടത്തോളം കാലം പേര് മാറ്റാൻ സമ്മതിക്കത്തില്ല. എന്റെ സ്വന്തം പേര് മാറ്റാണ് നിനക്ക് എന്നെ എത്ര കുഴപ്പം? അപ്പൊ എന്റെ പേരെന്നാ? ബെന്നി ചാക്കോ. ഈ ചാക്കോ ആരാന്ന് ചോദിക്കുമ്പോ ഞാൻ എന്നാ പറയും? നിന്റെ അപ്പനാന്ന് പറയണം. അപ്പനാന്ന് പറയൂലോ. അപ്പനൊരു പുതിയ പേരിട്ട് അതാരാന്ന് ചോദിക്കുമ്പോ ഞാൻ എന്നാ പറയും? നിന്റെ അപ്പനാന്ന് പറയണം. അപ്പൊ നാട്ടുകാരി പറയത്തില്ലേ അപ്പൊ എനിക്ക് 2 തന്ത ഉണ്ടെന്ന്? ചില സമയത്ത് നിന്റെ വർത്താനം കേട്ടാ എനിക്ക് വരെ തോന്നിയിട്ടുണ്ട് എനിക്ക് 2 അല്ല അതിൽ കൂടുതൽ തന്തരുത്. എനിക്കറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കാം, നിങ്ങളുടെ അമ്മയുടെ പുതിയ പേരെന്നാ? ഏമ്പക്കം വിടാനല്ല പറഞ്ഞത്, പേര് പറയാനാ പറഞ്ഞത്. എടാ റോളക്സ്. റോളക്സോ? ഇത് എവിടെ നിന്ന് കിട്ടി പേര്? എടാ, വിക്രം സിനിമയിലെ സൂര്യയുടെ പേരാണ് റോളക്സ്. സൂര്യ അംഗീകരിക്കാം. ഈ അസ്തമിക്കാൻ പോണ സൂര്യൻ എന്തിനാണ് ഈ റോളക്സ് എന്നുള്ള പേരിടുന്നതെന്നാണ് മനസ്സിലാവാത്തത്. എടാ, ചക്കാലക്കപ്പറമ്പിൽ റോളക്സ് എന്ന പേര് മാറ്റിയിട്ട് ഈ കൂളിംഗ് ഗ്ലാസും വെച്ച് ഞാൻ ഇങ്ങനെ നിന്നാൽ എങ്ങനെ ഉണ്ടാവും? സീസൺ തെറ്റി വന്ന ഓണത്തുമ്പിനെ പോലെ ഉണ്ടാവും. ഇതൊക്കെ ഞാൻ മാത്രല്ലല്ലോ മോനായിട്ടുള്ളത്. അല്ല, ഒരു അഹങ്കാരം പിടിച്ചു വരുത്തിയില്ലേ? അവളിത് ഇറങ്ങി കയറി വരുന്നുണ്ട്. ആണ്ടേ പറഞ്ഞ് കാറെടുത്ത് വായിലേക്ക് ഇട്ടില്ല, നാക്ക് വന്ന് നിന്നല്ലോ. നാക്കെടുത്ത് വായിലേക്ക് ഇട്ടില്ല, കാറ് വന്ന് നിന്നല്ലോ. ഞാൻ ഈ കേട്ടത്
പറയുന്നത് സത്യമാണോ അപ്പ? അപ്പൻ എന്താ സ്പോട്ടപ്പിയാണോ എനിക്ക്? ഇവൻ കേറി വന്നപ്പോ ആദ്യം പറഞ്ഞ ഡയലോഗ് അത് തന്നെയല്ല നീയും പറയാൻ പറ്റും. വെറുതെ മാത്രം ഇങ്ങനെ വലിച്ച് കളയണം. എന്റെ അപ്പനിത് എന്നാത്തിന്റെ കേടാ അപ്പ? എന്നാ? ഈ പേര് മാറ്റിയിട്ട് എന്തിനാ അപ്പ ഈ ആനി ചാക്കോൻ ഇങ്ങനെ നാണം കെടുത്തിക്കണേ? ഓ ആരാടി ഈ നാണക്കേടിന്റെ കാര്യം പറയണത്? എടി നിന്റെ കല്യാണത്തിന് ഇവിടെ ഉപ്പ് വിളമ്പാൻ വന്നവന്റെ കൂടെ ഒളിച്ചോടി പോയവളല്ലേടി നീ? എടാ, ആ സുമതിയുടെ വീട്ടിലെ കുളിമുറിയില്ലേ, അവിടെ എല്ലാരും കൂടി നാട്ടുകാരെല്ലാം കൂടി പിടിച്ച് നിന്നെ കെട്ടിയിട്ടിട്ട് അത്ര നാണക്കേടോ ഞാൻ ഉണ്ടാക്കിയിട്ടില്ലടാ കുറുക്ക. അങ്ങോട്ട് എന്നെ കുറുക്കാന്ന് വിളിച്ച് കേട്ടില്ലേ? പിന്നെ നാട്ടുകാരുടെ വീട്ടിൽ ഒളിഞ്ഞു നോക്കാൻ പോയാ നിന്നെ ഞാൻ പത്തശ്രീ ബെന്നിച്ചാക്കോ എന്ന് വിളിക്കാം. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക. നിർത്തിക്കണോ? കുമ്പച്ച് കഴിഞ്ഞോ? ഇവിടെ വായ എന്ന് പറഞ്ഞിട്ട് സ്കിറ്റ് കയറല്ല, പിന്നെ മൂക്കിന്ന് സ്കിറ്റ് കയറ്റാൻ നോക്കണം. എടീ, എന്തായാലും നീ വന്നപ്പോ ആ പേരക്കുട്ടീനെ അങ്ങനെ കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. അയ്യോ അത് എങ്ങനെ എന്റെ അപ്പ? അവളെ ഞാൻ IAS പഠിപ്പിക്കുവാ. അവള് എന്നെക്കാളും ബുദ്ധിയാ അപ്പാ. എന്റെ അമ്മേ, നിനക്ക് എന്നാ ഉണ്ടെന്നാടി പറഞ്ഞേ? ബുദ്ധി. എന്റെ കർത്താവേ, 10ാം ക്ലാസ്സിൽ പഠിച്ചോണ്ടിരുന്നപ്പോ ഇവളോട് ടീച്ചർ പറഞ്ഞ് തന്തയുടെ പേര് എഴുതാന്ന്. അന്നേരം ചാക്കോന്ന് എഴുതാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് തന്തയില്ലാന്ന് എഴുതി വെച്ചവളാണ് കുട്ടിയുടെ കാര്യം ഉണ്ടാക്കാൻ വേണ്ടി പോണത്. എടാ നീ കൂടുതൽ സംസാരിക്കല്ലേ, നീ എന്നോട് സംസാരിക്കല്ലേ. വേണ്ട അപ്പാ, ഞാനിപ്പോ എന്തിനാ വന്നേന്നറിയോ? അപ്പനെ ഞാൻ കൊണ്ടുപോവാനാ വന്നത്. ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാം. അപ്പൊ എന്തിനെങ്ങനെ വെറുതെ നാണക്കേടുണ്ടാക്കണം? വാ അപ്പാ. ആർക്കടി വൃദ്ധന്റെ കിഡ്നി വിൽക്കാൻ നേട്ടത്? നീ ഇത്ര കിടന്ന് സ്നേഹിക്കുവോ? നീ കൂടുതൽ സംസാരിച്ച രണ്ടുപേരുടെയും കൂടെ ഞാൻ വന്നില്ല. ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് നിന്നോളാം. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഹോം നേഴ്സിനെ ഏർപ്പാടാക്കാം. അത് ന്യായം. പേരെന്നാ? ഹോം നേഴ്സിന്റെ പേര് ദിവാകരൻ പി. ആ പട്ടി ഇങ്ങനെ കയറിയല്ലേ അവന്റെ കാല് വെട്ടിക്കളെ. കണ്ടോ അങ്ങേരുടെ ശരീരത്തിലെ ഞരമ്പ് കണ്ടോ? എടാ അത്രയ്ക്ക് ഞരമ്പൊന്നുമില്ലടാ. ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴേ ആ നഴ്സറിയിലെ ടീച്ചർ എന്നോട് പറയാ, അപ്പൻ ഇവിടെ ഇരുന്ന് ബോറടിക്കുമ്പോഴത്തേക്ക് ആ പിള്ളേരെ കൂടെ പോരുന്ന് കളിയും ചിരിയും ഒക്കെ ആണെന്ന്. അപ്പാ ഉള്ള വഴി തള്ളയിലേക്ക്. കാര്യം ഏത് കൊച്ചിന്റെ തള്ളേനെ വളയ്ക്കാനാണ് നേഴ്സറി ചെന്നിരിക്കണേന്ന്? ഈ പുള്ളിയുടെ ശരീരത്തിൽ എല്ലില്ല, അതും കൂടി ചേർത്ത് ഞരമ്പ് ഫിറ്റ് ചെയ്ത് കൊടുത്തേക്കോ. അത്രയ്ക്ക് ഞരമ്പായി മനുഷ്യൻ. എന്റെ പൊന്നപ്പ, നിങ്ങൾ എന്തിനാണ് ഇപ്പൊ ഇങ്ങനെ പേര് മാറ്റാൻ നിക്കണേ? ഞാൻ ഒരു കാര്യം നിങ്ങളോട് രണ്ടുപേരോടും പറയാം. എനിക്കൊരു കല്യാണം കഴിക്കണം. കല്യാണം കഴിക്കണമെന്നോ? നിങ്ങൾ ഞാൻ ശരിയാക്കി തരാം. എന്നടാ ഒറ്റ കറുത്തമുടി പോലും ഇല്ലല്ലോ, അങ്ങേര് കല്യാണം ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കണേ. എടാ പെണ്ണേ, നിനക്ക് ഇതൊക്കെ ഒന്ന് കേട്ടിട്ട് ടെൻഷൻ ആവുന്നില്ലേടാ? ടെൻഷൻ ആകാൻ ഞാൻ പുള്ളിയുടെ ഒരു പീഡനാ പ്രതീക്ഷിച്ചത്. അതൊക്കെ വെച്ച് നോക്കുമ്പോ ഒരു കല്യാണം എത്രയോ കല്യാണം ഉണ്ടാക്കാൻ വേണ്ടി നടക്കണം. അപ്പ ഞാനപ്പനോട് ഒരു കാര്യം ചോദിക്കട്ടെ? നമ്മുടെ അമ്മച്ചി മരിച്ചിട്ട് വെറും 48 വർഷമല്ല പായുള്ളൂ, അതിനുള്ളിൽ നിങ്ങൾക്ക് കെട്ടാലങ്ങ് മുട്ടിയോ? ഞാൻ ഒരു കാര്യം നിന്നോട് ചോദിക്കട്ടെ? നിന്റെ പെണ്ണുമ്പിള്ള നിന്നെ പിണങ്ങിപ്പോയിട്ട് എത്ര മാസം കഴിഞ്ഞാ നീ കെട്ടിയത്? 1 മാസം. അപ്പ ഇത് പറയാനുള്ള വോയിസ് നിനക്കില്ല. എന്നാ കാര്യത്തിലാണ് നിന്നെ അവള് ഡൈവോഴ്സ് ചെയ്തത്? 4369 എന്നുള്ള നമ്പർ ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുത്തേനെ. നമ്പർ പറഞ്ഞാൽ ഡൈവോഴ്സ് ചെയ്തോ? ആ നമ്പർ ആയിരുന്നു എന്റെ ഫോണിന്റെ പാസ്വേഡ്. അങ്ങനെ തന്നെ വേണം. അപ്പനിപ്പൊ എന്നാത്തിനാ ഈ പേര് മാറ്റി കല്യാണമൊക്കെ കഴിക്കാൻ പോണം? അതിന്റെ ആവശ്യമുണ്ടോ അപ്പ? ഞാൻ പറയുകയാണെങ്കിൽ കെട്ടിച്ചു വിടാനേ പറയത്തുള്ളൂ. ഈ പുള്ളിനെ പിങ്ക് പോലീസിന്റെ അടുത്തുനിന്ന് ജാമ്യത്തിന് കൊണ്ടുപോയാൽ എത്രയോ ഭേദ ഒരു കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നത്. എടാ നിനക്കിത് എന്നാത്തിന്റെ കേടാ? നമുക്ക് അപ്പനെ ഹിപ്നോട്ടിസം ചെയ്താലോ? ഇപ്പൊ നോട്ടീസ് അടിച്ച ആൾക്കാരെ ഏൽപ്പിക്കണ്ട. ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വന്ന് മുടക്കും. അങ്ങനെയാണോ ഞാൻ പറഞ്ഞേ? ഞാൻ കുത്തിപ്പട്ടിക്ക് ഞാൻ പറഞ്ഞില്ല. കല്യാണമൊക്കെ കഴിപ്പിച്ചു തരാം. ഒറ്റ കാര്യമുള്ളത്, എല്ലാവരെയും കൂടി വിളിച്ചുള്ള പരിപാടിക്ക് ബെന്നിനെ കെട്ടത്തില്ല, ഞാൻ നിക്കത്തില്ല. അതുകൊണ്ട് ഒറ്റ കാര്യം പറയാം, കുറച്ച് ആൾക്കാര്. ഒരു കുഴപ്പമില്ല, അതൊക്കെ രജി സാറ് ശരിയാക്കി തരും. എടാ പൊട്ട മറ്റാ കടലാസ് കെട്ടണൊക്കെ വെച്ച് ഒപ്പൊക്കെ ഇടുന്നില്ലേ? ഓ എന്റെ കാർമുകിൽ തന്തേ, അത് രജിസ്ട്രാർ. നിങ്ങളാണോ കല്യാണം ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്നത്? അല്ല ഇത് ആരാ ഈ പെണ്ണ്? നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞ ആളെ നിങ്ങൾ അറിയും. ആരാ? ഇവിടെ ആദ്യം ഉണ്ടായിരുന്ന ഹോം നേഴ്സ് പുഷ്പ. ഈ പുഷ്പനെ തന്നെ കല്യാണം കഴിക്കണം ഇത്ര നിർബന്ധം എന്താ? എടാ നിങ്ങൾ രണ്ടുപേരെ എന്നെ ഇവിടെ ഒറ്റക്കിട്ടേച്ച് പോയില്ലേ? ഞാൻ ഒറ്റയ്ക്കാണ് അവിടെ ജീവിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയാണല്ലോ. ഒരു ദിവസം ഞാനിവിടെ മഴയും നനഞ്ഞ് തൊപ്പിയും വെച്ച് ഇവിടെ മുറ്റടിച്ചോണ്ടിരിക്കുക. പൊട്ടിക്കാത്ത മുട്ടയെന്നും പറഞ്ഞുകൊണ്ട് ഒരു കാക്കമ്മച്ചി വന്നിട്ട് എന്നെ കൊത്തിയെടുത്തോണ്ട് പറന്നു പോയടാ. അതറിയാമോ?
കണ്ടോ വയസ്സാങ്കാലത്ത് ഒരു കല്യാണം നടക്കാൻ വേണ്ടി കള്ളക്കളവൻ അതല്ല ഏട്ടാ, എനിക്കിവിടെ ഇത്തിരി ഒരു കയ്യിൽ ചോറ് എടുത്ത് തരാൻ ആളുണ്ടോ ഇവിടെ അവസാനം ഉണ്ടല്ലോ അവളെനിക്ക് ചോറ് കൊണ്ടു വെച്ചിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ കൊട്ടുമ്പോ ഞാൻ ബലിക്കാക്ക വന്നിരുന്ന് തിന്നണ മാതിരി ആ ചോറ് തിന്നു പോണ്. എന്റെ ആ ചോറ് തീറ്റ കണ്ടാണ് ഞങ്ങൾ തമ്മിൽ ലൈലായത്. എനിക്ക് അവളെ വേണം, എനിക്ക് കെട്ടണം. കെട്ടിച്ചു കൊടുത്തേക്കാം. ഞാനൊരു കാര്യം അങ്ങോട്ട് പറയാം. ഈ മറ്റേ അവളുടെ പേരെന്നാ പറഞ്ഞേ? പുഷ്പ. ഈ പുഷ്പയ്ക്ക് എന്നാ പ്രായമുണ്ട്? 32. എന്റെ ദൈവമേ, എന്റെ ഒരു വയസ്സിന് ഇളയത്. അപ്പാ പേര് മാറ്റിയെന്നേ ഉള്ളൂ. മോളേക്കാൾ ഒരു വയസ്സ് ഇളയതായ പെങ്കൊച്ചിനെ കല്യാണം കഴിച്ച ആ ചീത്ത പേര് തൂത്താലും മാറ്റാലും മാറത്തില്ലപ്പാ. തൽക്കാലം അങ്ങ് സഹിച്ചു. ആര്? ചക്കാലക്കൽ എന്നാന്നറിയാമോ ചാക്കിലിട്ടോണ്ട് പോയ